ഹലോ എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്കിന്ന് ഈ വീഡിയോയിലൂടെ പസിനറ്റീസ് മോഡൽ ഓഫ് എക്കണോമിക് ഗ്രോത്ത് എന്താണെന്ന് മനസ്സിലാക്കാം. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. പസിനറ്റീസ് മോഡൽ ഓഫ് എക്കണോമിക് ഗ്രോത്ത്. നമുക്ക് ആദ്യം ഇതിന്റെ ഇൻട്രൊഡക്ഷൻ നോക്കാം. ലൂയിഗി പസിനറ്റി ആൻഡ് ഇറ്റാലിയൻ എക്കണോമിസ്റ്റ്, ഇദ്ദേഹമാണ് ഇത് ഡെവലപ്പ് ചെയ്തത്. ഡെവലപ്ഡ് എ തിയറി ഓഫ് എക്കണോമിക് ഗ്രോത്ത് ആൻഡ് ഇൻകം ഡിസ്ട്രിബ്യൂഷൻ ആസ് ആൻ എക്സ്റ്റൻഷൻ ഓഫ് കാൽഡേഴ്സ് ഗ്രോത്ത് മോഡൽ. അതായത് കാൽഡേഴ്സ് ഗ്രോത്ത് മോഡലിന്റെ എക്സ്റ്റൻഷൻ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത് കേട്ടോ. ഈ കാൽഡേഴ്സ് ഗ്രോത്ത് മോഡലിനെ പറ്റി ഓൾറെഡി ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിന്റെ ലിങ്ക് ഇവിടെ ഇട്ടേക്കാം. അത് ക്ലിക്ക് ചെയ്താൽ നമുക്ക് ആ വീഡിയോ കാണാവുന്നതാണ്. അപ്പം ഹിസ് മോഡൽ ഫോക്കസ് ഓൺ, അതായത് ഇദ്ദേഹത്തിന്റെ ലൂയിഗി പസിനറ്റിയുടെ മോഡൽ ഫോക്കസ് ചെയ്യുന്നത് ദ റോൾ ഓഫ് ക്യാപിറ്റൽ അക്യുമുലേഷൻ ആൻഡ് ഇൻകം ഡിസ്ട്രിബ്യൂഷൻ ആണ്. ഇത് രണ്ടുമാണ് ഫോക്കസ് ചെയ്യുന്നത്. അതായത് ക്യാപിറ്റൽ അക്യുമുലേഷന്റെ റോളും ഇൻകം ഡിസ്ട്രിബ്യൂഷന്റെ റോളും ബിറ്റ്വീൻ വർക്കേഴ്സ് ആൻഡ് ക്യാപിറ്റൽസ്, ആർക്ക് ഇടയിൽ, വർക്കേഴ്സിനും ക്യാപിറ്റൽസിനും ഇടയിലുള്ള ഈ രണ്ടിന്റെയും ഡിസ്ട്രിബ്യൂഷൻ ഇൻ എ ഗ്രോയിങ് എക്കോണമിയിലാണ്, വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു സമ്പദ് വ്യവസ്ഥയിൽ ഇതിന്റെ രണ്ടിന്റെയും ഡിസ്ട്രിബ്യൂഷൻ ആണ് ഇദ്ദേഹം ഫോക്കസ് ചെയ്യുന്നത്. ഇനി നമുക്ക് ഇതിന്റെ കീ അസംഷൻസ് നോക്കാം. കീ അസംഷൻസ് ഓഫ് പസിനറ്റീസ് മോഡൽ. അതിൽ ഒന്നാമത്തത് ഡ്യുവൽ ക്ലാസ് എക്കോണമിയാണ്. അതായത് ഡ്യുവൽ ക്ലാസ് എക്കോണമി ഇത്രയേ ഉള്ളൂ. ദ എക്കോണമി കൺസിസ്റ്റ് ഓഫ് ടു സോഷ്യൽ ക്ലാസ്സസ്, രണ്ട് സോഷ്യൽ ക്ലാസ് ഉള്ള എക്കോണമിയാണ് ഡ്യുവൽ ക്ലാസ് എക്കോണമി. ഒന്ന് വർക്കേഴ്സും അടുത്തത് ക്യാപിറ്റലിസ്റ്റും. വർക്കേഴ്സ് എന്ന് പറയുന്നത് അവർക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഏൺ ഓൺലി വേജസ് ആൻഡ് സേവ് എ പോർഷൻ ഓഫ് ദിയർ ഇൻകം. അവർ വേജസ് മാത്രമാണ് ഏൺ ചെയ്യുന്നത്, എന്നിട്ട് അവർ കിട്ടുന്ന വരുമാനത്തിന്റെ ഒരു പോർഷൻ അവർ സേവ് ചെയ്യുന്നു. ക്യാപിറ്റലിസ്റ്റ് ആണെന്നുണ്ടെങ്കിലോ അവർ നേടുന്നത് പ്രോഫിറ്റ് ആണ് ഫ്രം ക്യാപിറ്റൽ ഓണർഷിപ്പ്. അവരുടെ ക്യാപിറ്റൽ ഓണർഷിപ്പിൽ നിന്ന് അവർ പ്രോഫിറ്റ് നേടുകയും ആൻഡ് സേവ് എ ഹയർ പ്രൊപ്പോർഷൻ ഓഫ് ദിയർ ഇൻകം. അവരുടെ ഇൻകത്തിൽ നിന്ന്, അവരുടെ വരുമാനത്തിൽ നിന്ന് ഒരു ഹയർ പ്രൊപ്പോർഷൻ അവർ സേവ് ചെയ്യുകയും ചെയ്യുന്നു. അതാണ് ഒന്നാമത്തെ അസംഷൻ, ഡ്യുവൽ ക്ലാസ് എക്കോണമി എന്ന് പറയുന്നത്. രണ്ടാമത്തത് ഡിഫറൻറ്റ് സേവിംഗ് റേറ്റ്സ് ആണ്. സേവിംഗ് റേറ്റുകൾ ഡിഫറൻ്റ് ആണ്. അതായത് ക്യാപിറ്റൽ സേവ് മോർ ദാൻ വർക്കേഴ്സ്. വർക്കേഴ്സിനെക്കാട്ടിലും കൂടുതൽ ഈ ഡ്യുവൽ ക്ലാസ് എക്കോണമിയിൽ ആര് സേവ് ചെയ്യും? ക്യാപിറ്റലിസ്റ്റ് സേവ് ചെയ്യും. അപ്പോൾ ഇത് എന്തിനെ ഇൻഫ്ലുവൻസ് ചെയ്യും? വിച്ച് ഇൻഫ്ലുവൻസസ് ക്യാപിറ്റൽ അക്യുമുലേഷൻ ആൻഡ് എക്കണോമിക് ഗ്രോത്ത്. ഈ സേവ് ചെയ്യുന്ന ക്യാപിറ്റൽ അവർ റീഇൻവെസ്റ്റ് ചെയ്ത് സമ്പദ് വ്യവസ്ഥ ഗ്രോത്ത് ഉണ്ടാകുന്നതിന്, സമ്പദ് വ്യവസ്ഥയിലെ ഗ്രോത്ത് ഉണ്ടാകുന്നതിന് കാരണമാകും. അടുത്ത അസംഷൻ എന്ന് പറയുന്നത് പ്രോഫിറ്റ് ഡ്രിവൺ ഗ്രോത്ത് ആണ്. എന്ന് വെച്ചാൽ പേര് തന്നെ ഉണ്ട്, ദ ലോങ് റൺ ഗ്രോത്ത് റേറ്റ് ഡിപ്പെൻഡ്സ് ഓൺ. അതായത് ലോങ് റൺ ആയിട്ടുള്ള ഒരു ഗ്രോത്ത് റേറ്റ് ക്യാപിറ്റൽ അക്യുമുലേഷനെയും ഇൻവെസ്റ്റ്മെന്റിനെയും പ്രോഫിറ്റിനെയാണ് ആശ്രയിച്ചിരിക്കുന്നത്. ഒരു ചെയിൻ ആണ്. ക്യാപിറ്റൽ അക്യുമുലേഷൻ ഉണ്ടാകുന്ന നേരത്ത് അത് ഇൻവെസ്റ്റ് ചെയ്യപ്പെടും. ഈ ഇൻവെസ്റ്റ് ചെയ്യലിൽ നിന്ന് പ്രോഫിറ്റ് ഉണ്ടാവും. അപ്പോൾ ഈ പ്രോഫിറ്റ് ആണ് ഒരു എക്കണോമിക് ഗ്രോത്തിലേക്ക് നയിക്കുന്നത് എന്ന് മറ്റൊരു അസംഷൻ. അടുത്തത് ടെക്നോളജിക്കൽ പ്രോഗ്രസ് ഉണ്ട് എന്നുള്ളത്. ലേബർ പ്രൊഡക്ടിവിറ്റി ഇൻക്രീസസ് ഓവർ ടൈം. അതായത് ലേബേഴ്സിന്റെ പ്രൊഡക്ടിവിറ്റി, അവരുടെ ഉത്പാദനക്ഷമത സമയം ചെല്ലുന്നതും കൂടി വരും. എന്തുകൊണ്ടാണ്? ഡ്യൂ ടു ടെക്നോളജിക്കൽ പ്രോഗ്രസ്, സാങ്കേതിക വിദ്യ വികസിക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. നമുക്ക് ഈ മോഡലിന്റെ മെയിൻ പ്രൊപ്പോസിഷനിലേക്ക് കടക്കാം. ഇതിനെ പസിനറ്റീസ് പാരഡോക്സ് എന്ന് അറിയപ്പെടുന്നുണ്ട്. അത് പസിനറ്റി ഡെമോൺസ്ട്രേറ്റഡ് ദാറ്റ് ഇൻ ദ ലോങ് റണ്ണിൽ ദ പ്രോഫിറ്റ് റേറ്റ് ആൻഡ് ക്യാപിറ്റൽ അക്യുമുലേഷൻ ആർ ഇൻഡിപെൻഡന്റ് ഓഫ് ദ വർക്കേഴ്സ് സേവിംഗ് റേറ്റ്. അതായത് ഈ വർക്കേഴ്സിന്റെ സേവിംഗ് റേറ്റ് ഞാൻ നേരത്തെ പറഞ്ഞില്ല, അവർ കുറച്ച് സേവ് ചെയ്യുന്നു, അത് ഇൻഡിപെൻഡന്റ് ആയിട്ടാണ് ലോങ് റണ്ണിലെ പ്രോഫിറ്റ് ആൻഡ് ക്യാപിറ്റൽ അക്യുമുലേഷൻ വരുന്നത്. അപ്പൊ ഇത് രണ്ടും ഇതിനെ ആശ്രയിക്കുന്നില്ല. ഇതിനെ മാത്രമേ ആശ്രയിക്കുന്നുള്ളൂ? ക്യാപിറ്റലിസ്റ്റിന്റെ ആ ഒരു സേവിങ്ങിനെ മാത്രമേ ആശ്രയിക്കുന്നുള്ളൂ. അപ്പൊ ഈവൻ ഇഫ് വർക്കേഴ്സ് സേവ് ചെയ്താൽ കൂടി തന്നെ their contribution to capital ownership does not influence the overall growth rate. അവരുടെ ആ ഒരു കോൺട്രിബ്യൂഷൻ, ക്യാപിറ്റൽ ഓണർഷിപ്പിലുള്ള ആ ഒരു കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് ഓവറോൾ ഗ്രോത്ത് റേറ്റിനെ ബാധിക്കുന്നേ ഇല്ല. അത് കൂടുതലും ക്യാപിറ്റലിസ്റ്റിന്റെ ആ ഒരു സേവിങ്ങും ആ ഒരു ക്യാപിറ്റൽ അക്യുമുലേഷൻ ആണ് ഗ്രോത്ത് റേറ്റിനെ ബാധിക്കുന്നത്. അപ്പോൾ ഇതാണ് പസിനറ്റീസ് പാരഡോക്സ് എന്ന് പറയുന്നത്. ഇനി ഇതിൽ ഉൾപ്പെടുന്ന മറ്റൊരു കാര്യമുണ്ട്, ഇതിന്റെ ഒരു ഇംപ്ലിക്കേഷൻ. അതായത് ക്യാപിറ്റലിസ്റ്റ് എൻഡ് അപ്പ് ഓണിങ് ഓൾ ദ ക്യാപിറ്റൽ ഇൻ ദ ലോങ് റൺ. അതായത് അവർ അക്യുമുലേറ്റ് ചെയ്ത് എല്ലാ ഓണർഷിപ്പും, ക്യാപിറ്റലിസ്റ്റിന്റെ എല്ലാ ഓണർഷിപ്പും ആരുടെ കയ്യിലാവും? ക്യാപിറ്റലിസ്റ്റിന്റെ കയ്യിലാവും. ആൻഡ് വർക്കേഴ്സ് റിമെയിൻ ഡിപ്പെൻഡന്റ് ഓൺ വേജസ്. വർക്കേഴ്സ് ഏതിനെ തന്നെ ആശ്രയിച്ചിരിക്കും? വേജസിനെ തന്നെ ആശ്രയിച്ച് അവർ ഇങ്ങനെ തന്നെ തുടർന്നുകൊണ്ടേയിരിക്കും. ഏതില്ലാത്തത് വരെ, അൺലെസ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ചേഞ്ചസ് ഇന്റർവെയിൻ. അതായത് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഘടനാപരമായിട്ടുള്ള ആ ഒരു ചേഞ്ച് വരുന്നത് വരെ ഇവർ ഇങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും. അത് ഇൻസ്റ്റിറ്റ്യൂഷണൽ ചേഞ്ച് എന്ന് പറയുന്നത്, ഉദാഹരണത്തിന് റീഡിസ്ട്രിബ്യൂഷൻ പോളിസീസ്. ക്യാപിറ്റൽസിന്റെ കയ്യിൽ നിന്ന് കൂടുതൽ ടാക്സ് ടാക്സ് കളക്ട് ചെയ്തിട്ട് മറ്റ് വർക്കേഴ്സിന് മെറിറ്റ് ഗുഡിന്റെ രൂപത്തിലോ അല്ലെങ്കിൽ മറ്റ് ആനുകൂല്യങ്ങളായിട്ടോ ഇങ്ങനെ ഒരു റീഡിസ്ട്രിബ്യൂഷൻ പോളിസി വരുന്നത് വരെ, അങ്ങനെ റീഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെടുന്നത് വരെ വർക്കേഴ്സ് വേജിൽ തന്നെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കും. ഇനി നമുക്കിന്റെ മാത്തമാറ്റിക്കൽ റെപ്രസെന്റേഷൻ നോക്കാം. പസിനറ്റീസ് മോഡൽ ബിൽഡ്സ് ഓൺ ദ കാൽഡർ ഗ്രോത്ത് ഇക്വേഷൻ. ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു, കാൽഡർ ഗ്രോത്തിന്റെ ഒരു എക്സ്റ്റൻഷനാണ് ഇത് വരുന്നത്. ഇക്വേഷൻ ഇതാണ്, G=SK×R. ഇവിടെ G എന്ന് പറയുന്നത് ഗ്രോത്ത് റേറ്റ് ഓഫ് ക്യാപിറ്റൽ സ്റ്റോക്ക് ആണ്. ക്യാപിറ്റൽ സ്റ്റോക്കിന്റെ ഗ്രോത്ത് റേറ്റ് ഇത് ഏതിന് ഈക്വൽ ആണ്? SK×R. SK എന്ന് പറയുന്നത് സേവിംഗ് റേറ്റ് ഓഫ് ക്യാപിറ്റലിസ്റ്റിന്റെ അവർ സേവ് ചെയ്യുന്ന ഒരു നിരക്ക്. R എന്ന് പറയുന്നത് പ്രോഫിറ്റ് റേറ്റ്. അപ്പൊ ഇതിന്റെ കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് ഏതിന് തുല്യമായി? ഗ്രോത്ത് റേറ്റ് ഓഫ് ക്യാപിറ്റൽ സ്റ്റോക്കിന് തുല്യമായി.
സിൻസ് വർക്കേഴ്സ് സേവിങ്സ് ഡു നോട്ട് അഫക്ട് ജി, അതായത് വർക്കേഴ്സിന്റെ സേവിങ് ജിയെ അഫക്ട് ചെയ്യുന്നില്ല, ഗ്രോത്ത് റേറ്റ് ഓഫ് ക്യാപിറ്റലിനെ ബാധിക്കുന്നില്ല. ഓക്കെ, അപ്പം അത് എക്കണോമിക്സ് ലോങ് റൺ പ്രോഫിറ്റ് റേറ്റ് ഈസ് ഡിറ്റർമൈൻഡ് ബൈ ക്യാപിറ്റൽ സേവിങ്. അതായത് എക്കണോമിയുടെ ഗ്രോത്ത് റേറ്റ് ക്യാപിറ്റൽ സേവിങ്ങിനെയും ഇൻവെസ്റ്റ്മെന്റ് ബിഹേവിയറിനെയും മാത്രം ഡിപ്പെൻഡ് ചെയ്തിരിക്കുകയാണ്. അപ്പൊ ഇങ്ങനെ വരുമ്പോഴത്തേക്ക് അത് ക്ലാസ് ഡിവൈഡിനെ ഒന്നുകൂടെ റീഇൻഫോഴ്സ് ചെയ്യുകയാണ്. ക്യാപിറ്റലിസ്റ്റ് എന്നും വർക്കേഴ്സ് എന്നുള്ള ആ ഒരു ക്ലാസ് ഡിവൈഡിനെ കുറച്ചുകൂടെ ഒന്ന് റീഇൻഫോഴ്സ് ചെയ്യുകയാണ്, കുറച്ചുകൂടെ ഒന്ന് സ്ട്രോങ് ആയി, ആ ഡിവിഷൻ കൂടുതൽ സ്ട്രോങ് ആയി വരികയാണ്. ഇനി നമുക്ക് ഇതിന്റെ വിമർശനങ്ങളും പ്രാധാന്യവും നോക്കാം. ക്രിറ്റിസിസംസ് ആൻഡ് റിലവൻസ്. അതിൽ ഒന്നാമത്തത് ക്രിറ്റിസിസമാണ് അൺറിയലിസ്റ്റിക് അസംഷൻ ഓഫ് ക്ലാസ് ബേസ്ഡ് സേവിങ്. അത് ക്ലാസ് ബേസ്ഡ് സേവിങ്ങിന്റെ ഒരു അൺറിയലിസ്റ്റിക് ആയിട്ടുള്ള അസംഷൻ, അതൊരു നല്ലൊരു വിമർശനമാണ്. മോഡേൺ എക്കണോമീസ് ഷോ ദാറ്റ് വർക്കേഴ്സ് ഡു ഇൻവെസ്റ്റ് ആൻഡ് സേവ് സിഗ്നിഫിക്കൻ്റ്ലി. അത് മോഡേൺ എക്കണോമീസ് കാണിക്കുന്നത് എന്താണ്, വർക്കേഴ്സും ഇൻവെസ്റ്റ് ചെയ്യും, അവർ സേവും ചെയ്യും. അപ്പൊ ഇതിൽ വർക്കേഴ്സ് സേവ് ചെയ്യുന്നില്ല എന്നാണ് പറയുന്നത്, അതൊരു വിമർശനമാണ്. അടുത്തതും ഒരു വിമർശനമാണ്. നെഗ്ലെക്ട്സ് ഗവൺമെന്റ് ആൻഡ് പോളിസി ഇമ്പാക്ട്. അത് ഗവൺമെന്റ് പോളിസിയും അതുകൊണ്ടുണ്ടാക്കുന്ന എക്കണോമിയിലെ ഇമ്പാക്റ്റ് ഒക്കെ ഇത് നെഗ്ലെക്ട് ചെയ്യുകയാണ് ചെയ്തത്. ടാക്സേഷൻ ആൻഡ് വെൽഫെയർ പോളിസിയെ ഗവൺമെന്റ് കൊണ്ടുവരുമ്പോഴത്തേക്ക് അത് ഇൻകം ഡിസ്ട്രിബ്യൂഷനെ സ്വാധീനിക്കുന്നു, അതൊന്നും ഇത് ഈ തിയറിയിൽ കണക്കിലെടുക്കുന്നില്ല. അടുത്തത് ഇതിന്റെ ഒരു പ്രാധാന്യമാണ്, റിലവൻസ്. സ്റ്റിൽ റിലവന്റ് ഫോർ ഇൻഇക്വാലിറ്റി ഡിബേറ്റ്സ്. ഇൻഇക്വാലിറ്റി ഡിബേറ്റ്സിൽ ഇത് പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണ്. ഹൈലൈറ്റ്സ് ഹൗ വെൽത്ത് അക്യുമുലേഷൻ റീഇൻഫോഴ്സസ് ക്ലാസ് സ്ട്രക്ചർ. നേരത്തെ പറഞ്ഞ പോലെ വർക്കേഴ്സ് എന്നും ക്യാപിറ്റൽസ് എന്നുള്ള ഒരു ക്ലാസ് സ്ട്രക്ചറിനെ ഈ വെൽത്ത് അക്യുമുലേഷൻ റീഇൻഫോഴ്സ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ഇതിൽ ഡിബേറ്റിലൂടെ മനസ്സിലാക്കാവുന്നതാണ്. ഇൻഫ്ലുവൻസിങ് മോഡേൺ ഡിസ്കഷൻസ്. അതായത് മോഡേൺ ഡിസ്കഷൻസിനെ ഇത് സ്വാധീനിച്ചിട്ടുണ്ട്. ഏതിന്മേലുള്ള വെൽത്ത് ഇൻഇക്വാലിറ്റി, അതിൽ കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവും, വെൽത്ത് സമ്പത്തിന്റെ അസമത്വങ്ങൾ ടോപ്പിക്കിൽ ആൻഡ് റീഡിസ്ട്രിബ്യൂഷൻ പോളിസീസിലൊക്കെ ഇങ്ങനെ ഇതിന്മേലുള്ള ഡിസ്കഷൻസിനൊക്കെ ഇത് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അടുത്ത വീഡിയോയുടെ മറ്റൊരു വിഷയമായി വീണ്ടും കാണാം.